ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുൻപേ ഉള്ള ചില ലക്ഷണങ്ങൾ കാണിക്കുമല്ലോ, അപ്പോൾ അതെന്തൊക്കെയായിരിക്കും എന്നൊന്ന് പറയാൻ പറ്റുമോ ഡോക്ടർക്ക്? ഹാർട്ട് അറ്റാക്കിന് മുമ്പ് വരുന്ന മെയിൻ സിംറ്റം ചെസ്റ്റ് പെയിനാണ്. വേറെ ഒന്നും ഒരു വാണിംഗ് ഒന്നും ഇല്ല. പേഷ്യൻ്റെ പെയിനാണ്. അത് ഞാൻ പറയാം, സെൻട്രൽ മിഡിൽ ഓഫ് ദ ചെസ്റ്റ്. ചിലർക്ക് അത് അതിൻ്റെ നേച്ചർ ഓഫ് ദ പെയിൻ ഭയങ്കര വേരിയബിളാണ്. മിക്കവർക്കും ആൾക്കാർക്ക് ഒരു ഹെവിനെസ് പോലെ അല്ലെങ്കിൽ വലിച്ചു കെട്ടും പോലുള്ള ഫീലിംഗ് ഉണ്ടാവുക. പക്ഷേ വളരെ കുറച്ച് ആൾക്കാർ എരിച്ചിൽ പോലെ തോന്നും, ഇവിടെ ഇങ്ങനെ ബേണിംഗ് പോലെ. അതാണ് ഈ ഗ്യാസ് എന്ന് പറഞ്ഞാൽ വളരെ ഡിലേ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ എരിച്ചിൽ പോലെ വരിക. അപ്പോൾ നമ്മളപ്പോൾ ചോദിക്കും, ഇതുപോലെ സിംറ്റം ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഫസ്റ്റ് ടൈം ഒരാൾക്ക് ഒരു 45 വയസ്സിന് മേലുള്ള ആൾ ഫസ്റ്റ് ടൈം ഇവിടെ ഒരു എരിച്ചിലായിട്ട് വരികയാണെങ്കിൽ, അത് സഡൻ ഓൺസെറ്റ് ആയിട്ട് വരും, 10-15 മിനിറ്റിൽ വരികയാണെങ്കിൽ അത് ഹാർട്ട് അറ്റാക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അത് അസോസിയേറ്റഡ് സിംറ്റംസ് ആണ്. ഇപ്പം ഹാർട്ട് അറ്റാക്ക് ഒരു 10-15 മിനിറ്റ് ഒക്കെ പെയിൻ വരുമ്പോൾ ആൾക്കാർ അതിൻ്റെ കൂടെ ഒരു ഭയങ്കര അൺഎക്സ്പ്ലെയിൻ പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ഉണ്ടാവാം. പക്ഷേ ചിലപ്പം BP-യിലെ വേരിയേഷൻ, പൾസിലെ വേരിയേഷൻ, ഒരു ലൈറ്റ് ഹെഡഡ്നെസ്. ചില ആൾക്കാർക്ക് ഈ ചില ഹാർട്ടിൻ്റെ ഇൻഫീരിയർ വാൾ അറ്റാക്ക് എന്ന് പറയുന്നത്, താഴത്തെ ഡയഫ്രം, അവർക്ക് കൂടെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവാം. അപ്പോൾ പിന്നെ ചിലപ്പോൾ അധികം വലിയ അറ്റാക്ക് ആണെങ്കിൽ ശ്വാസം മുട്ട് പോലെ ഉണ്ടാവാം. അതൊക്കെ അതിൻ്റെ കൂടെയുള്ള സിംറ്റംസാണ്. മെയിൻ സിംറ്റം ചെസ്റ്റ് പെയിൻ തന്നെയാണ്. അതിനു മുമ്പേ അത് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചോദിച്ചാൽ അത് കഴിഞ്ഞ പ്രീവിയസ് 1 or 2 ഡേയ്സിൽ ചിലപ്പോൾ കുറച്ച് നടക്കുമ്പോൾ ചെറിയ ഡിസ്കംഫർട്ട്, അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ ചെറിയ ഡിസ്കംഫർട്ട് ചെസ്റ്റിൽ അങ്ങനെ ഉണ്ടാവാം.